മുലയൂട്ടലിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പല സാഹചര്യങ്ങളിലും ശരിയായ രീതിയിൽ മുലയൂട്ടൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലോകം മുഴുവൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മുലപ്പാലിന് തത്തുല്യമായ ഒരു പാല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം മുലപ്പാൽ ബേബി സ്പെസിഫിക് ആണെന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഈ മുലപ്പാലിൽ തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിസിറ്റി അതിനുണ്ട്. ഉദാഹരണത്തിന് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്കുള്ള പാലാണ് അത്തരത്തിലുള്ള മാതാവ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കുള്ള പ്രത്യേകതക്കനുസരിച്ചിട്ട് കുട്ടിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പാല് അമ്മ ഉണ്ടാക്കും. മുലപ്പാലിൽ ന്യൂട്രീഷൻ മാത്രമല്ല, അതായത് പ്രോട്ടീൻ, കാലറി, വിറ്റമിൻസ്, മിനറൽസ് ഇത് മാത്രമല്ല മുലപ്പാലിൽ, അതിൻ്റെ കൂടെ തന്നെ പല ഹോർമോണുകളും ആൻറ്റിബോഡികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നതിന് മുലപ്പാൽ ഭയങ്കര പ്രധാനമാണ്. ആദ്യത്തെ 6 മാസം പൂർണ്ണമായും മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അത് മാത്രമല്ല, ആദ്യത്തെ 2 വർഷം, അതായത് 6 മാസം കഴിഞ്ഞ് പിന്നീട് വരുന്ന 1.5 വർഷം കൂടെ മുലപ്പാലിൻ്റെ കൂടെയാണ് മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊടുക്കുന്നത്.